പൊതുവെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കോളേജിൽ രാഷ്ട്രീയം ഒക്കെ ഉണ്ടെങ്കിലും വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ പോലും പണ്ടത്തെ ഇപ്പോൾ 70s എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ വ്യത്യസ്തമായിരുന്നു. ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരേക്കും ക്യാമ്പസ് രാഷ്ട്രീയം, അവരുടെ പ്രവർത്തനങ്ങൾ, സാഹിത്യം, അതുപോലെ തന്നെ കലാ സംസ്കാരത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ സമരവും ഹർത്താലും അതൊക്കെ മാറിയിട്ടുള്ളൊരു തരം രാഷ്ട്രീയം, വേറൊരു രീതിയിൽ നല്ല കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്സ് ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 70കളിലെ ഒരു ക്യാമ്പസ്, അതുപോലെ തന്നെ ഈ എഴുത്തുകാരൻ്റെ ഒരു രാഷ്ട്രീയം, ഇതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? മോളെ, രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും രണ്ടാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് മോചനം ഒരു സർവസംഘ പരിത്യാഗിയായ ഒരു സന്യാസി ശ്രേഷ്ഠന് പോലും രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ പറ്റില്ല. എനിക്കെൻ്റേതായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഒരു എഴുത്തുകാരൻ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വക്താവാവുന്നത് അത് അവൻ്റെ കൈവിലങ്ങാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരു തടവറയാണ്. കക്ഷി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിനൊരു സംഘടന അതിൻ്റെ ബാക്കിലുണ്ട്, ആ സംഘടനയുടെ ചട്ടക്കൂടുണ്ട്, അതിൻ്റെ നിയമാവലികളൊക്കെ അതൊക്കെ ഒരുപാടുണ്ട്. എഴുത്തുകാരനാവുന്ന പാടില്ല, അവൻ സ്വതന്ത്രനായിരിക്കണം, എങ്കിലേ രാഷ്ട്രീയം പോലും നന്നാവും. സത്യം പറയുന്ന ഒരു നാവായിരിക്കണം. രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നനാണെന്ന് പറയാനുള്ള ഒരു കുട്ടിയുടെ ശൈശവ നിഷ്കളങ്കത ഒരു എഴുത്തുകാരൻ പാലിക്കേണ്ടതുണ്ട്. ഇന്നതൊന്നും നമുക്ക് വെറും വ്യാമോഹമാണ്. ഒരെഴുത്തുകാരനും ഇന്നങ്ങനെ ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ചുറ്റുപാടാണ്. അതുകൊണ്ടാണ് അത്ര അങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ള, അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയം എന്നുള്ളതിൽ നിൽക്കാതെ ഒരു കക്ഷി രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആൾക്കാരല്ലേ മിക്കവാറും. ഇപ്പോൾ നമ്മൾ കലാ സാംസ്കാരിക മേഖലകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുകളിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞതാണ്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പുറകെ പോയാൽ കുറേ നേട്ടങ്ങളുണ്ടാവും. അങ്ങനെ നേട്ടങ്ങളുണ്ടാക്കിയ ഒരാളാണെന്ന് എന്നെപ്പറ്റി ഒരു ദുർവ്യാഖ്യാനം ഒക്കെ ഇവിടെയുണ്ട്. ഇവിടെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്നാണ്. ഒരിക്കലും ഞാനങ്ങനെ ആയിട്ടില്ല. ഞാനിപ്പോൾ ഈ UDFൻ്റെ കാലഘട്ടത്തിൽ ബുക്ക് മാർക്കിൽ വന്നത് ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് തിരിഞ്ഞ് ഹോട്ടൽ ബോയ് മുതൽ എൻ്റെ ലൈഫ് ആരംഭിക്കുന്നുണ്ട്. ശിപായി ആയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ശിപായി ആയിട്ട് ജോലി ചെയ്തിട്ട് തന്നെ ഓഫീസറായി ജോലി ചെയ്തിട്ടുണ്ട്. ലൈഫ് ഇങ്ങനെ. അപ്പോൾ പക്ഷേ മലയാറ്റൂരിൻ്റെയും തകഴിയുടെയൊക്കെ ചില കൃതികൾ വായിക്കുമ്പോൾ ഈ അധികാര കേന്ദ്രത്തിൽ എന്തു നടക്കുന്നു അതൊന്ന് തൊട്ടറിയാനൊരു മോഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് കോൺഗ്രസ് ഗവൺമെൻറ്, UDF ഗവൺമെൻറ് എൻ്റെ കാലത്ത് ഈ ബുക്ക് മാർക്കിലെ ഒരവസരം. പക്ഷെ അതിനകത്ത് കയറിയപ്പോൾ അതൊരു മഹത്തായ ആശയത്തിൽ നിന്ന് പിറവി കൊണ്ട സന്താനമാണ് എന്ന് കാണുകയും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കുണ്ടായൊരു നേട്ടം, ഈ സെക്രട്ടേറിയറ്റിലെ അല്ല നമ്മുടെ അധികാര കേന്ദ്രത്തിൽ ഒന്ന് തൊട്ടറിയാൻ, ആ കേന്ദ്രത്തെ തൊട്ടറിയാൻ, അതിനിപ്പോൾ കഥകളായിട്ടോ അനുഭവക്കുറിപ്പുകളായിട്ടൊക്കെ പിന്നീട് വരാം. അത് അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞു വന്നത് രാഷ്ട്രീയത്തെ പറ്റിയാണ്. എനിക്ക് രാഷ്ട്രീയമുണ്ട്, അത് ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയിലോ അല്ലെങ്കിൽ CPIയിലോ മെമ്പർ എന്നുള്ള തെറ്റിദ്ധരിക്കേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് മാനവീയതയുടെ പര്യായ പദമായിട്ടാണ്. പിന്നെ ഏതെങ്കിലും ഒരു ചേരിയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താൻ ആ ചേരിയിൽ നിൽക്കുന്നവൻ, ഞാനൊരു എഴുത്തുകാരനായതുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് നിന്ന് എന്നെ ആട്ടി മാറ്റാൻ അവിടെ നിൽക്കുന്ന എഴുത്തുകാർ ചിലപ്പോൾ ശ്രമിച്ചെന്ന് വരും. മനസ്സിലായ? അത് ജലസി വരാം, അല്ലെങ്കിൽ തൻ്റെ സ്ഥാന കസേര പോവുക എന്നുള്ള ഇത് വരാം. അതൊക്കെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവങ്ങളാണ്. ഞാനിവിടെ കാണുന്നത് ഇടതുപക്ഷത്തിന് സഹിഷ്ണുത കുറവാണ്, വിമർശനങ്ങൾ ഏൽക്കാൻ എന്നൊരു കുറവ് മാത്രമേ കാണുന്നുള്ളൂ. നേരെ മറിച്ച് വലതുപക്ഷത്തിന് അങ്ങനെയല്ല, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക്. അവർ വളരെ സഹിഷ്ണുതയുള്ളവരാണ് എന്ന് തോന്നിയിട്ടുണ്ട്. വിമർശനം, പ്രത്യേകിച്ച് എഴുത്തുകാരൻ്റെ വിമർശനം, KK ആൻ്റണിയൊക്കെ എന്തുമാത്രമാണ് നമ്മുടെ അഴീക്കോട് സാറൊക്കെ വിമർശിച്ചിട്ടുള്ളത്. പിറ്റേന്ന് അവിടെ ചെന്ന് കൈതൊഴുത് വിരുന്നിക്കും. മറിച്ച് ഇടതുപക്ഷക്കാരങ്ങനെയല്ല.
എന്തെങ്കിലും വിരുദ്ധമായിട്ട് പറഞ്ഞു പോയെങ്കിൽ തട്ടിക്കളയും എന്നുള്ള മട്ടിലാണ് പേടി. തീർച്ചയായും. നമ്മളിപ്പോൾ എഴുത്തുകാരൻ്റെ രാഷ്ട്രീയത്തിനെ കുറിച്ച് പറഞ്ഞു. എഴുത്തുകാരൻ്റെ ഒരു ധർമ്മം, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇപ്പം രണ്ട് തരത്തിൽ. ഇപ്പം നമ്മളിപ്പോൾ സിനിമയാണ് കുറച്ചുകൂടെ എല്ലാവർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളത്. സിനിമയിൽ തന്നെ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരുണ്ട് സിനിമ സാമൂഹ്യ പരിവർത്തനത്തിന് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് പറയുകയും സിനിമ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതേസമയം മറ്റേ പക്ക എൻ്റർടൈൻമെൻറ്റ്, സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മൾ കണ്ടു കരയുന്ന മറ്റേ മൂന്നാം കിട പടങ്ങളല്ലേ, അപ്പോൾ ആ രീതിയിലുള്ള സിനിമകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എഴുത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും കമേഴ്ഷ്യൽ പക്ക ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ എഴുതുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വേറൊരു സൈഡ് ഉത്തരവാദിത്വം, നമ്മൾ സാമൂഹ്യ പരിവർത്തനത്തിന് ഉപയോഗിക്കണം, ആൾക്കാരുടെ ഈ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ എന്താണ് ഒരു എഴുത്തുകാരൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നാട്ടിൽ? നമ്മളെ എഴുത്തുകാരൻ്റെ അവന് എഴുത്തുകാരന് മാത്രമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഓരോ പൗരനുമുള്ളത് അവനും പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എഴുത്തുകാരന് മാത്രമായിട്ടൊന്നും പറയുമ്പോഴാണ് അവൻ പ്രകോപിതനാവുന്നത്, അവൻ ചിലപ്പോൾ ധിക്കരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇല്ലേ? ഇവിടെ സാമൂഹിക പ്രതിബദ്ധത അതെല്ലാ മനുഷ്യർക്കും സമൂഹത്തിൽ ജീവിക്കുന്നവർക്കുണ്ടാവേണ്ടതാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് കൂടുതൽ സംഭാവനകൾ ചെയ്തിട്ടുള്ളത്, ഈ പ്രതിബദ്ധ അത്. പക്ഷെ നമ്മളത് അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് എൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത ഞാൻ പ്രകടിപ്പിക്കേണ്ടത് എൻ്റെ എഴുത്തിലൂടെയാണ്. ഞാൻ സത്യസന്ധമായി എഴുതുക എന്നുള്ളതാണ്. അല്ലേ? ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളോ പത്രങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു സൂചന ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. സിനിമയെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ? നമ്മൾ സൂചിപ്പിച്ച സിനിമയാണ്. നല്ല സിനിമയുടെ വക്താക്കൾ. അപ്പം നല്ല സിനിമയെന്ന് കേട്ടാൽ അത് അടൂരാണോ അരവിന്ദനാണോ എന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അതൊന്നും വേണ്ട. നല്ല ഏറ്റവും കമേഴ്ഷ്യലായിട്ടുള്ള ഫാസിൽ മുതലിങ്ങോട്ടുള്ള കൊമേഴ്ഷ്യൽ പടങ്ങൾ എടുക്കുന്നവർ, പത്മരാജനെ തന്നെ എടുക്കുക, എത്രയോ നല്ല ചിത്രങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ക നാലാംകിട ചിത്രങ്ങളിൽ പോലും ഒരുപാട് നല്ല മെസ്സേജുകളുള്ള സീനുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു വശം. പക്ഷേ ഇന്ന് എഴുത്തുകാരൻ്റെ പ്രസക്തി എന്താണ്? എഴുത്തുകാരൻ തകർന്ന് തരിപ്പണമാകുന്ന ഒരു രീതിയിലേക്ക് അവനെ തമസ്കരിക്കുന്നു, അവനെ ഒന്നുമല്ലാതാക്കി മാറ്റുന്ന ഒരു ലോകനീതിയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വം, ഇത് ചെയ്യുന്നത് മുഴുവൻ നമ്മളറിയാതെ നമ്മളെ ഇങ്ങനെ നിയന്ത്രിക്കുന്ന ഒരു ലോക മുതലാളിത്തമുണ്ട്. പ്രത്യേകിച്ച് അത് നമ്മുടെ നാട്ടിലേക്ക് ആഗോളവൽക്കരണത്തിൻ്റെ ആർഭാടത്തേരിലേറി കടന്നു വരുന്ന ലോക മുതലാളിത്തത്തെ ജാഗ്രതയോടെ നോക്കേണ്ട രാഷ്ട്രീയ കക്ഷികൾ കണ്ണടയ്ക്കുന്നു എന്ന ഒരു ആരോപണം ഞാൻ ഈ അവസരത്തിൽ വെക്കുകയാണ്. ഈ ആഗോളവൽക്കരണത്തിൻ്റെ മറവിലൂടെ ഇവിടെ കടന്നു വരുന്ന ലോക മുതലാളിത്തം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അക്ഷരത്തെയാണ്. എഴുത്തുകാരനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. എഴുത്തുകാരനെ ഇല്ലായ്മ ചെയ്യുന്ന അവസരങ്ങളിൽ അതിന് വിമർശനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വെറും പൈങ്കിളി എഴുത്തുകാരെ, ആഴങ്ങളില്ലാത്ത എഴുത്തുകാരെ ഊതി വീർപ്പിച്ച് ഉയർത്തി കാണിക്കും. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇന്ന് ലോക മുതലാളിത്തത്തിൻ്റെ കൈകളിലാണ്. എല്ലാ നല്ല ഭൂരിപക്ഷവും അല്ലെങ്കിൽ അങ്ങനെ ആക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ എഴുത്തുകാരന് പ്രസക്തി ഇല്ലാതെയാവുകയാണ്. അഥവാ ഉള്ളത് ആർക്കെങ്കിലും അവിടെ ഒരു വളരെ ബുദ്ധിപൂർവ്വം, ഏറ്റവും ബുദ്ധിജീവികളാണ് ഈ മുതലാളിമാർ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ. സമയപരിമിതി പോലാണ് ഞാൻ ഇടപെടുന്നത്. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു സംശയം ചോദിക്കാനുള്ളതുണ്ട്. അപ്പോൾ നല്ല ഒരു എഴുത്തുകാരൻ, ഈ പറഞ്ഞ പോലെ നല്ലൊരു ഓത്തറാണ്, ഒരാൾ വായിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അത് അടുത്ത ഒരു 2-3 പേരിലേക്ക് എത്തുകയും അങ്ങനെ ആ രീതിയിൽ ഒരു പുസ്തകത്തിന് പോകാൻ പറ്റില്ലേ? അവിടെ ഈ പറഞ്ഞ പോലെ ആഗോളവൽക്കരണത്തിന് മുതലാളിമാർ ഞാനതിലൊന്നും അതിനൊക്കെ ചില പരിധികളുണ്ട്. ഞാനതൊന്നും അംഗീകരിക്കും. കാരണം ഇവിടുത്തെ വായനക്കാരൻ, അനുവാചകൻ ആട്ടിത്തെളിക്കപ്പെടുന്ന അറവുശാലയിലേക്ക് ആട്ടിത്തെളിക്കപ്പെടുന്ന അറവുമാടിന് തുല്യമാണ്. ഇവിടുത്തെ നിരൂപകർ, മാധ്യമങ്ങൾ ചേർന്ന് ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. 1-2 കൃതികൾക്ക് വലിയ പബ്ലിസിറ്റി പെട്ടെന്ന് കിട്ടുന്നു. അതൊരു തരം മാസ് ഹിസ്റ്റീരിയയാണ്. മനസ്സിലായോ? ഇപ്പോൾ ലോക മുതലാളിത്തം എന്ന് ഞാൻ പറഞ്ഞത്, ഏറ്റവും ബുദ്ധിമാനായ മുതലാളി ഇന്ത്യയിൽ തന്നെയാണ്. ഇവിടെ അരുന്ധതിമാർക്ക് കിട്ടുന്ന ലോക പുരസ്കാരങ്ങൾ ഒരു 3-ാം കിട പൈങ്കിളി വർക്കാണ് എന്ന് ഞാനത് പറഞ്ഞാൽ അതിന് ഒരുപാട് ശത്രുക്കളുണ്ടാവും. അങ്ങനെ
ഏതാ ഇപ്പൊ പറയുന്നുണ്ടോ? ഞാൻ അത് പറഞ്ഞിട്ടില്ല. മൂന്നാം മുൻകയുടെ പൈങ്കിളി നോവലാണ് അരുന്ധതി റോയുടെ ആ വർക്ക് എന്നുള്ള സത്യം ഞാൻ പറഞ്ഞിട്ടില്ല, പറയുന്നില്ല, പോട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ ആ സാധനത്തിന് ലോക പുരസ്കാരം കൊടുത്തു. പറയണ്ട, പക്ഷെ അങ്ങനെ സത്യമാണെന്നൊരു ബോധ്യമുണ്ടോ? അല്ല, അത് മോളെ ചിന്തിക്ക്, വായിക്കേ. എന്നിട്ട് ആ സാധനത്തിന് ലോക പുരസ്കാരം കൊടുത്ത് വളർത്തിയത് ആരാണ്? ആ വളർത്തിയവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ആ ഉദ്ദേശം, ആ ലക്ഷ്യം അത് നേടുന്നുണ്ട്. ഗാന്ധിയെ കുറ്റം പറയുക, അല്ലെ ഇന്ത്യയുടെ ദേശീയതയെ കുറ്റം പറയുക. ഇപ്പം എനിക്കിപ്പോൾ കോൺഗ്രസ്സുകാർ ഒരു വലിയ അവാർഡ് തന്നാൽ നാളെ അവർ ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 1 കോടി രൂപയുടെ ഒരു അവാർഡ് കോൺഗ്രസ്സുകാർ എനിക്ക് തരാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ EMSനെ കുറ്റം പറയും, നായനാരെ കുറ്റം പറയും, പിണറായിയെ കുറ്റം പറയും. ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്നെ ഓടിച്ചിട്ട് തല്ലേണ്ടവനായി അതാണ്. അങ്ങനെ ഒരു ചുമതല നമ്മുടെ സമൂഹത്തിലുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് ഒരു കാര്യം, ഞാൻ എൻ്റെ ഈ കുഴിമറ്റം കഥകൾ എന്നുള്ള വലിയ പുസ്തകത്തിൻ്റെ തിരഞ്ഞെടുത്ത കഥകളുടെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. വിശക്കുന്ന മനുഷ്യ, എൻ്റെ രചനകൾ നിൻ്റെ ആയുധത്തിൻ്റെ വായ്ത്തല മടക്കുന്നുവെങ്കിൽ സദയം എന്നോട് ക്ഷമിക്കുക. അല്ല, സോറി, വിശക്കുന്ന മനുഷ്യ, എൻ്റെ രചനകൾ നിൻ്റെ ആയുധത്തിന് മൂർച്ച കൂട്ടുന്നില്ല എങ്കിൽ സദയം എനിക്ക് മാപ്പ് തരിക. മറിച്ച് അത് നിന്റെ ആയുധത്തിൻ്റെ വായ്ത്തല മടക്കുന്നുവെങ്കിൽ നിർദ്ദയം ചുട്ടരിക്കുക എന്നോടൊപ്പം. ഇത് കൂടുതലൊരു നയപ്രഖ്യാപനം സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യത്തിൽ ഒരു എഴുത്തുകാരൻ നടത്താനില്ല. എൻ്റെ ആത്മാർത്ഥത കൊണ്ട് ആണ് അത് ചെയ്യുന്നത്, മനസ്സിലായ? അപ്പോൾ ആ എഴുത്തുകാരനെ വിലക്കെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുക, വിലക്കെടുത്ത് വളർത്തുക. ഇവിടുത്തെ എഴുത്തുകാർ, പെട്ടെന്ന് വളരുന്ന എഴുത്തുകാർ, പെട്ടെന്ന് പോപ്പുലർ ആവുന്ന എഴുത്തുകാരെല്ലാം നേർച്ചക്കോഴികളാണ്. നമ്മൾ അവരെ വളർത്തുകയാണ്, നാളെ അവരെ അറുത്തു മുറിച്ച് തിന്നാൻ വേണ്ടിയാണ്. അതെ, ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ ഞാനും പ്രേക്ഷകരും ഒക്കെ അത് എടുക്കുകയാണ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് സമയപരിമിതി മൂലം ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സാറിൻ്റെ ഇപ്പോൾ 40 വർഷം എഴുത്തിൻ്റെ ലോകത്ത് പൂർത്തിയായിരിക്കുകയാണ്. ആ എഴുത്തുന്നുള്ള ലഹരി വളരെ ശക്തമായിട്ട് തന്നെ തുടരട്ടെ എന്നും ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. വളരെയധികം നന്ദി.